അത് ബ്ലാക്ക് ഒട്ടിച്ചിട്ട് പറയുന്ന കട്ടായി പോവുക. ഞാൻ വീഡിയോ സ്റ്റക്കായി പോകുന്നുണ്ട്. ലൈവ് ചെയ്ത് ഫോൺ അടിച്ച് ചെയ്യുന്ന ഒന്ന്. അപ്പം ഈ സാധനം അതേപോലെ ഈ ഹെർക്കുലീസ് ഉണ്ടല്ലോ, അതൊക്കെ മൊത്തം ബ്ലാക്ക് പെയിന്റ് ഒട്ടിക്കണം. ഇനി എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വേണം വണ്ടി ഒന്ന് മൊത്തത്തിൽ കഴുകാൻ. ഞാൻ കഴുകിയിട്ടില്ല, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് വൃത്തിക്ക് കഴുകാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ സമയം എത്രയായി? സമയം കുറേ ആയി, 5:40. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി ഓടിച്ചുകൊണ്ട് വേണം വീട്ടിൽ പോകാൻ. എല്ലാം കൂടെ കഴിയുമ്പോൾ കുറേ സമയമാവും. അപ്പം ചേട്ടനോട് പ്രിൻ്റ് എടുത്തുകൊണ്ടിരിക്കുക, അകത്ത് പ്രിൻ്റ് എടുത്തുകൊണ്ട് പോകാം. അപ്പം അത് കഴിഞ്ഞ് കാണാൻ കഴിയും. വ്ലോഗ് ചെയ്യുന്നല്ലേ, ഇവിടെ തിരക്കി അപ്പോൾ നമ്മളിവിടെ ഏകദേശം മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്ന
നമ്മുടെ വേറെ സൈറ്റിൻ്റെ പേരും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ ഫുള്ള് ബ്ലാക്ക് ഒട്ടിച്ച്, ഇവിടെയും ബ്ലാക്ക് ഒട്ടിച്ച്. അവിടെ ചെറിയ ഹെർക്കുലീസ് ഉണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ കളഞ്ഞ് അപ്പുറ സൈഡ് അതുവരെ ഉണ്ടാക്കി. ഇനി ഇവിടെ എവിടെ അതെ ഇവിടെ ഒരു KTM, ഇവിടെ അപ്പുറത്തെ കമ്പിയിലും 2 KTM കൂടെ ആക്കുവാണെങ്കിൽ ഫുള്ള് കഴിയും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഒരു വ്ളോഗ് കണ്ടല്ലോ. അപ്പം അതിൻ്റെ ബാക്കി എടുത്തിങ്ങനെ എൻഡിങ് ആയിട്ടുള്ള എടുത്ത വീഡിയോ, നമ്മുടെ ഔട്ട്ഡോർ വീഡിയോ ഉണ്ടാവല്ലോ, അത് ചെറുതായിട്ടൊന്ന് മിസ്സിങ് ആയിപ്പോയി. നമ്മൾ വീഡിയോ എടുത്തിട്ട് 1 മാസമായി. 1 മാസത്തിന് ശേഷം കറക്റ്റ് 1 മാസമായി ഇന്ന്. അപ്പം 1 മാസം ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പം 1 മാസമായി വീഡിയോ ഇങ്ങനെ കിടക്കുന്ന ഗാലറിയിൽ. അപ്പം ലാസ്റ്റത്തെ ഒരു വീഡിയോ മാത്രം മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് കേസ് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഔട്ട്ഡോർ വീഡിയോ മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ നമ്മളിപ്പം സൈക്കിളിൽ ഫുള്ള് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കണ്ടല്ലോ. അപ്പം അതിൻ്റെ ചെറിയ ഷോർട്സൊക്കെ എനിക്ക് ഇടണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കോപ്പിറൈറ്റിൻ്റെ സീൻ കൊണ്ട് നല്ല നല്ല പാട്ടൊക്കെ സെലക്ട് ചെയ്ത് എടുക്കണം. അപ്പം നല്ല സോങ് ഒന്നും നോക്കിയിട്ടങ്ങ് സെറ്റാവുന്നില്ല. അതുകൊണ്ടാണ് ഷോർട്സ് ഇടുക. അപ്പോൾ ഇൻസ്റ്റയിൽ നമുക്ക് എന്തായാലും സെറ്റാക്കി ഞാൻ ഷോർട്സ് ഒക്കെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് ഇൻസ്റ്റ കയറി നോക്കിയാൽ മതി. എൻ്റെ ഇൻസ്റ്റയിലെ ലിങ്ക് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതങ്ങ് പോയി. ഒരു ഫ്ലോയും കണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഒരു വ്ളോഗ് എടുക്കുന്ന ഒരു അതങ്ങ് പോയി. കുറേ ആയി വീഡിയോ എടുത്തിട്ട്. അപ്പം വ്ളോഗ് എടുക്കാൻ ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ 10th സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഫുള്ള് ക്ലാസ്സൊക്കെ ആയിട്ട് ആകെ ബിസിയായി. ഇന്നിപ്പോൾ ഒരു സൺഡേ അങ്ങനെ അപ്പം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തത്. ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ട്, ഒരു വ്ളോഗും കൂടെ ഉണ്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടില്ല. എഡിറ്റ് ചെയ്ത് കുറച്ചായിട്ടുള്ളൂ, അതും അപ്ലോഡ് ആക്കിയിട്ടില്ല. അപ്പം അത് ഉടനെ ഞാൻ ഇന്ന് തന്നെ പറ്റും പോലെ അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ അടുത്ത സൺഡേ ആകുമ്പോഴത്തേക്കും സെറ്റാക്കും. എന്താണല്ലോ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും. ടൈം കിട്ടും പോലെ എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചത് പടിഞ്ഞാറത്തറ, ഇവിടെ വയനാട്ടിൽ തന്നെയുള്ള പടിഞ്ഞാറത്തറ വിബ്ജോർ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ കട്ടിങ് ഷോപ്പിൽ നിന്നാണ്. അപ്പം അവിടെയുള്ള ചേട്ടനെ കൊണ്ടാണ് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിപ്പിച്ച് സെറ്റാക്കി എടുത്തത്. അപ്പോൾ ചേട്ടൻ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടാണ് ചെയ്തത്. ഇപ്പം മൊത്തം എത്രയായി, 320 350 ആദ്യം പറഞ്ഞത്. നമുക്ക് ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തന്ന് ആണ് ഒട്ടിച്ച കേസ്. അപ്പോൾ ചേട്ടൻ ഫുള്ള് നമ്മൾ സാധാരണ നല്ല പണി സ്റ്റിക്കർ ഒട്ടിക്കാൻ സൈക്കിൾ അത്ര സുഖമൊന്നുമല്ല. കാരണം ചെറുതല്ലേ, ചെറിയ കമ്പിയല്ല. അപ്പോൾ ഒട്ടിക്കലൊക്കെ ഭയങ്കര കട്ട് ചെയ്തൊക്കെ എടുത്ത് ആൾക്കാരൊക്കെ റിസ്ക്. അപ്പോൾ ചേട്ടൻ കുറേ നമ്മുടെ കൂടെ സഹകരിച്ച് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ നമ്പറൊക്കെ ഞാൻ എന്താക്കാം, ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. പോയി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മാസാക്കാം. അപ്പോൾ സൈക്കിൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇപ്പോൾ ലുക്കായി. അപ്പോൾ ഞാൻ ഷോർട്സ് റീൽസ് ചെയ്യാം. സൈക്കിളിൻ്റെ റീൽസ് ഞാൻ ഉണ്ടാക്കാം. ഇൻസ്റ്റ
സെറ്റാക്കിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും വലിയൊരു താങ്ക്സ് ഉണ്ട്. സോ ഗായ്സ് കീപ് സപ്പോർട്ടിങ്. ദിസ് ഈസ് വസാലോഗ്രീസ് സൈനിങ് ഔട്ട്. ബൈ ബേബി.